കൊയ്പ്പള്ളിക്കാരന്മ VSS ഹൈസ്കൂളിൽ ദീർഘകാലം ഹെഡ്മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച വല്യവീട്ടിൽ പി രാമക്കുറുപ്പിന്റെ 9ാമത് അനുസ്മരണ ദിനം കൊയ്പ്പള്ളിക്കാരന്മ ഓലകെട്ടിയമ്പലം പൗരവേദിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി. കൊയ്പ്പള്ളിക്കാരന്മ VSS HSൽ ദീർഘകാലം ഹെഡ്മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന വല്യവീട്ടിൽ പി രാമക്കുറുപ്പിന്റെ 9ാമത് അനുസ്മരണ ദിനം ഓലകെട്ടിയമ്പലം കൊയ്പ്പള്ളിക്കാരന്മ പൗരവേദിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. വിവിധ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത്. ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ A. മഹേന്ദ്രൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകനിലുപരി പ്രഥമ അധ്യാപകനിലുപരി ഒരു വിദ്യാലയത്തിൻ്റെ താങ്ങും തണലുമായിരുന്നു കുറുപ്പ് സാർ. പൗരവേദി എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ 8 വർഷക്കാലമായി അദ്ദേഹത്തെ ഓർക്കുകയും ആ ഓർമ്മപ്പെടുത്തൽ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കുറിപ്പായി സന്ദേശം നൽകുകയും ചെയ്യുമ്പോൾ 9ാമതോ അനുസ്മരണ സമ്മേളനം നാം ചേരുകയാണ്. കൊയ്പ്പള്ളിക്കാരന്മ സ്കൂള് തികച്ചും വളരെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. സംസ്കൃത പാണ്ഡിത്യം കൈവരിച്ച ഒരു സ്കൂൾ എന്ന നിലയിൽ അതിൻ്റെ പ്രത്യേകത കൂടി കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഈ സ്കൂൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം മാറുന്നു എന്നുള്ളതാണ് സംസ്കൃത വിഷയം പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത. കേവലമായി ഒരു LP സ്കൂളായി തുടങ്ങി പിന്നീട് UP സ്കൂളായി മാറി അങ്ങനെ ഉയർന്ന് മെച്ചപ്പെട്ട നിലയിൽ ഈ സ്കൂൾ മാറിയത് നിരവധി അധ്യാപകരുടെ ആത്മാർത്ഥമായിട്ടുള്ള കഴിവും നിരവധി രക്ഷിതാക്കളുടെ നിസ്സീമമായിട്ടുള്ള സഹകരണത്തിൻ്റെയും ഭാഗം കൂടിയാണ്. ഒട്ടേറെ ഗുരുനാഥന്മാരെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. രാമക്കുറുപ്പ് സാറിലൂടെയാണ് അവരെല്ലാം നാം ഓർക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു അധ്യാപകൻ, എങ്ങനെയായിരിക്കണം കുട്ടികളുമായി അധ്യാപകന്റെ ബന്ധം, രക്ഷിതാക്കളുമായിട്ടുള്ള ബന്ധവും ഈ സമൂഹത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് രാമക്കുറുപ്പ് സാറിന്റെ പ്രത്യേകതയായി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതിൽ ഇതിനു മുമ്പ് ആൺകുട്ടികൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് പെൺകുട്ടികളെ കൂടെ ആ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് ലഹരിയുടെ മറവിലും മറ്റ് റാക്കറ്റുകളുടെ മറവിലും ഒക്കെ അങ്ങനെ കൊണ്ടുപോകുന്നു. അധ്യാപകനെ വെല്ലുവിളിക്കുന്നത് മാത്രമല്ല, അവശയായി തളർന്നു കിടക്കുന്ന മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ പെരുമാറും. കൊച്ചുകുട്ടികൾക്ക് പോലും, പെൺകുട്ടികൾക്ക് സ്വന്തം ഭവനത്തിൽ പോലും സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം വൈകൃതങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹത്തെ അവരെ നന്നായി നയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കുറുപ്പ് സാറിനെ പോലെയുള്ള മഹത് വ്യക്തികൾ നൽകിയിട്ടുള്ള സംഭാവനകൾ മഹത്തരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ്, ഹരിദാസ് പല്ലാരിമംഗലം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമ അജയൻ, സുമ കൃഷ്ണൻ, മധു വഞ്ചിയിലേത്ത്, പാലമറ്റത്ത് വിജയകുമാർ, സോമൻ, V. വിശ്വമോഹനൻ, P. രാജപ്പൻ, K. വിശംഭരൻ, ലതിക എന്നിവർ സംസാരിച്ചു. പൗരവേദി കൺവീനർ സരസൻ ചിട്ടികുളങ്ങര സ്വാഗതം പറഞ്ഞു. പൗരവേദി ചെയർമാൻ പീതാംബരൻ കിഴക്കടത്ത് അധ്യക്ഷത വഹിച്ചു. ഉണ്ണികൃഷ്ണൻ കൃതജ്ഞത പറഞ്ഞു.
CD നെറ്റ് ന്യൂസ് കായംകുളം.